എഫിന്റെ മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് വിവേക് ഉൾപ്പെടെ പ്രിയങ്കരായ AIVFന്റെ സമര സഖാക്കളെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മണ്ഡലം സെക്രട്ടറി സഖാവ് നന്ദകുമാർ വർമ്മ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ, പ്രിയ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, സമരസമിതിയുടെ നേതാക്കന്മാരെ, ഒരു ദീർഘമായ സംഭാഷണമൊന്നും ഒരുപക്ഷെ നടത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. കഴിഞ്ഞ കുറെ നാളുകളായി ഈ നാട്ടിലെ സാധാരണപ്പെട്ടവന് ജനിച്ചപ്പോൾ ലഭിച്ച അവകാശം, ശുദ്ധവായു, ശുദ്ധജലം തുടങ്ങി എല്ലാ അവകാശങ്ങളും ഇല്ലാതാക്കുന്ന തരത്തിൽ ഒരു കമ്പനി ഇത്തരത്തിൽ പ്രവർത്തിക്കുമ്പോൾ ആ കമ്പനിയിലൂടെ പുറത്തുവിടുന്ന മാലിന്യം അത് ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങളുടെ ജീവിതം കൂടുതൽ കൂടുതൽ ദുരിതപൂർണമാക്കി മാറ്റുകയും ചെയ്യുമ്പോൾ അതിനെതിരായി ശക്തമായ പോരാട്ടമാണ് ഇവിടെ ഈ നാട്ടിലെ സാധാരണപ്പെട്ട ജനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞങ്ങൾ ഈ സമരത്തിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത് അത്തരത്തിൽ പോരാട്ടം നടത്തുന്ന മുഴുവൻ ഈ നാട്ടിലെ നന്മ ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകൾക്കുമുള്ള ഒരു ഐക്യദാർഢ്യമാണ്. ഈ രാജ്യത്ത് നമുക്കറിയാം വ്യവസായങ്ങൾ ആവശ്യമാണ്. വ്യവസായത്തിനൊരിക്കലും AIVFO കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ എതിരല്ല. ഏത് വ്യവസായമായാലും വികസനമായാലും ഈ രാജ്യത്തെ സാധാരണപ്പെട്ടവന് ജീവിക്കാനുള്ള അവകാശം കൂടി ഉള്ള തരത്തിലായിരിക്കണം. അതല്ലാതെ ഏതെങ്കിലും വ്യവസായികൾക്ക് തങ്ങൾക്ക് തോന്നിയതുപോലെ ഇഷ്ടമുള്ളതുപോലെ പ്രവർത്തിക്കാനുള്ള അധികാരമൊന്നും ഈ രാജ്യത്തില്ല. ഇവിടെ ചില പോലീസുകാര് അവരെവിടെ നമ്മൾ വന്നപ്പോ ചെറിയ തിക്കൊക്കെ ഉണ്ടാക്കണ്ടായി. പാവപ്പെട്ടവരാണ് അവര്. ഞങ്ങൾക്ക് അവരോട് പറയാനുള്ളത്, ഞങ്ങളൊരു സമരം തീരുമാനിച്ചിട്ടുണ്ട്. മാർച്ച് ചെയ്യാൻ തീരുമാനിച്ചാൽ മാർച്ച് ചെയ്യും. നിങ്ങളുടെ ഔദാര്യമൊന്നും ഞങ്ങൾക്ക് വേണ്ട. പിന്നെ ഞങ്ങളിതിനകത്ത് കയറാൻ തീരുമാനിച്ചെന്നുണ്ടെങ്കിൽ നോക്കിക്കോ, ഞങ്ങൾ കയറും. നിങ്ങളുടെ ഔദാര്യം ഞങ്ങൾക്ക് വേണ്ട. അപ്പോ നേരത്തെ ഇവിടെ ടെൻഷൻ പറഞ്ഞ പോലെ വെറുതെ ഓലപ്പാമ്പെടുത്ത് കാണിച്ച് പേടിപ്പിക്കാമെന്ന് വിചാരിച്ചാൽ പേടിക്കുന്നവരല്ല കേരളത്തിലെ AIVF എന്ന് അനുഭവങ്ങളുള്ളവരാണ്. ഈ കേരളത്തിന്റെ മണ്ണിൽ ജനിച്ച മനുഷ്യന് പാവപ്പെട്ടവന്റെ അവകാശത്തിന് വേണ്ടി ഏതറ്റം വരെയുള്ള പോരാട്ടത്തിനും രക്തം കൊടുക്കാനും ജീവൻ കൊടുക്കാനും തയ്യാറായി വരുന്ന കേരളത്തിലെ ചെറുപ്പക്കാരുടെ പ്രസ്ഥാനമാണിത്. ആ പ്രസ്ഥാനത്തിനെ വെല്ലുവിളിക്കാൻ ഏതെങ്കിലും വ്യവസായിയുടെ ഉച്ഛിഷ്ടം ഭക്ഷിച്ച് കുപ്പായമിട്ട് ഇവിടെ ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ നിർത്തിക്കൊള്ള ഈ പരിപാടി. അതുകൂടി ഈ അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇവിടെ ഈ വ്യവസായം വഴി നാട്ടിലെ ജനങ്ങൾ ഏറെ ദുരിതമനുഭവിക്കുമ്പോൾ ആ വ്യവസായത്തിനെതിരായി നടപടിയെടുക്കേണ്ട ഗവൺമെന്റ് നടപടിയെടുക്കുന്നില്ല. ഇവിടത്തെ തൊട്ടടുത്ത പുഴയിൽ മത്സ്യങ്ങൾ ചത്തുകൊണ്ടി ഈ വ്യവസായത്തിൽ നിന്ന് മാലിന്യങ്ങൾ കൊണ്ടാണ്. എന്നാൽ ഗവൺമെന്റിന് യാതൊരു നിലപാടോ സ്വീകരിക്കുന്നില്ല. ഈ വ്യവസായികളെ എങ്ങനെ സഹായിക്കാം എന്ന രീതിയിലാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഞങ്ങൾ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് AIVF എന്ന പ്രസ്ഥാനം ഈ ജില്ലയിലെ AIVFന്റെ കരുത്തിനനുസരിച്ച് വലിയൊരു പോരാട്ടത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. അതിന്റെ തുടക്കം എന്ന രീതിയിലാണ് AIVF ഈ സമരവുമായി ബന്ധപ്പെട്ട് ഇവിടെ മാർച്ച് നടത്താൻ തീരുമാനിച്ചത്. തുടർന്ന് സംയുക്ത സമരസമിതി ഉൾപ്പെടെയുള്ളവരുമായി ഏതറ്റം വരെയുള്ള പോരാട്ടത്തിനും ഈ നാട്ടിലെ പാവപ്പെട്ടവന് ജനിച്ച മണ്ണിൽ സുഖമായി ജീവിക്കാനുള്ള അവകാശം ലഭിക്കുന്നതുവരെ ആ പോരാട്ടഭൂമിയിൽ AIVF എന്ന യുവജന പ്രസ്ഥാനം ഉണ്ടാകുമെന്നാണ് ഞങ്ങളിപ്പോൾ അഭ്യർത്ഥിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇനിയും നാം ഈ പോരാട്ടം തുടരും. ഈ പോരാട്ടത്തിൽ പങ്കെടുത്ത മുഴുവൻ സഖാക്കളെയും AIVFന് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, അഭിവാദ്യം. അടുത്തതായത് നിങ്ങൾ അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിക്കും.